ദർശനെ മീൻ വാങ്ങിക്കാൻ പൈസ ഇല്ല മോനെ, എന്ത് ചെയ്യും? നമുക്ക് പരിചയമുള്ള നമ്മളെ വീട്ടിലുള്ള എല്ലാവരും 100 രൂപ നമുക്ക് ഗൂഗിൾ പേ ചെയ്യിപ്പിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ആദ്യം അശ്വതിയെ വിളിക്കാം. ഹലോ അശ്വതി, ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരുമോ? അത്യാവശ്യമാണ്. ചെയ്താ? ഓക്കെ ഓക്കെ. അടുത്ത പ്രണവിനെ വിളിച്ചു പറയാം. ചോദിച്ചിട്ടുണ്ട്, നേരത്തെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് വാട്സാപ്പിൽ. ഇവർക്ക് എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ വിളിച്ച് ചോദിക്കാം. പ്രണവ് 100 ചെയ്യാകുമ്പോൾ എല്ലാവരും തരുവാണ്. 500 ചോദിക്കുമ്പോഴാണ് നമുക്ക് 10 തരാം 1000 രൂപ എഴുതുന്നത്. വീട്ടിലെ ചെലവ് ഫ്രീ. ഹലോ മോനെ, ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാം. ചെയ്താ? ഓക്കെ, താങ്ക് യു മോനെ. ഓക്കെ. 100 ചെയ്യാകുമ്പോ എല്ലാരും പെട്ടെന്ന് തരും. 500 ചോദിച്ചാൽ ആരും തരൂല. അപ്പൊ 100 ആകുമ്പോ എല്ലാവർക്കും സിമ്പിള്. 5 പേരെടുത്ത് ചോദിക്കുമ്പോ 500 രൂപ പെട്ടെന്നായില്ലേ? ഐഡിയ വേണോ? ഐഡിയ മനസ്സിലായില്ലേ? അല്ലാതെ 500 ചാഞ്ഞ് പറഞ്ഞ ആരും തരൂല അല്ലേ? അയ്യോ ഇല്ലാന്ന്, ജോലി ഇല്ലെന്ന് പറയും. അപ്പൊ 100 ചേരുമ്പോ നമ്മളെ വീട്ടിലുള്ള നമ്മളെ ആൾക്കാരുടെ 100 രൂപ ചോദിച്ചാൽ മീൻ വാങ്ങിച്ചില്ല 100 രൂപ തരാൻ പറഞ്ഞ. ഇപ്പൊ നമുക്ക് ചിക്കൻ വാങ്ങിച്ചു. ഷീവെ വിളിച്ച് ചോദിക്കട്ടെ. ശരി. ഹലോ, നീ ഈ വിളയാത്ത ചക്ക കൊടുത്തുകൊണ്ട് ഇത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. നീ ഈ നാണം കെട്ട പരിപാടി ഇനി മേലെ ചെയ്യലും കേട്ടോ. വിളഞ്ഞ ചക്ക പൈസക്കും കൊടുത്ത് വിളയാത്ത ചക്ക എനിക്കും കൊടുത്തു വിട്ടു. പോട്ടെ. നീ 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് അതിന് മീൻ വാങ്ങിക്കാൻ പൈസ ഇല്ല. ഗൂഗിൾ പേ ചെയ്തു. ഹലോ, ഇത് ഇങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? 130 രൂപയ്ക്കാണ് അവള് ചക്ക വിറ്റത്. അതിന് 100 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തന്ന്. ഇനി ചക്കയുടെ കാര്യം വേണ്ടി പോരുന്നു. ഓക്കെ, താങ്ക്സ്. മീൻ കിട്ടിയാനൊക്കെ